നമസ്കാരം പ്രിയപ്പെട്ടവരെ. ശ്രീ ആദിശങ്കരാചാര്യരുടെ കനകധാരാ സ്തോത്രം എന്ന സ്തുതിഗീതത്തിലെ 8ാമത്തെ ശ്ലോകവുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. മഹാലക്ഷ്മി ദേവിയെ അഭിസംബോധന ചെയ്ത് ശ്രീ ആദിശങ്കരാചാര്യർ രചിച്ച മനോഹരമായ കീർത്തനങ്ങളുടെ 8ാമത്തെ ശ്ലോകം. മഹാലക്ഷ്മിയെ ഭജിച്ച് അദ്ദേഹം പല അഭിലാഷങ്ങൾ ആവശ്യപ്പെടുകയും അതെല്ലാം സാധിച്ചെടുക്കുകയും അത് അദ്ദേഹത്തിൻ്റെ ഭക്തന്മാർക്ക് സമർപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ ഭക്തന്മാരുടെ ഭവനങ്ങളിൽ പലർക്കും ദാരിദ്ര്യമകറ്റി ഐശ്വര്യം നൽകുകയും ചെയ്തു എന്ന് എല്ലാവർക്കും അറിയാം. അതേ ഐശ്വര്യം ലഭിക്കാനായി ദിവസേന നമ്മൾ മഹാലക്ഷ്മിയുടെ കനകധാരാ സ്തോത്രം ജപിക്കുന്നത് ഭവനങ്ങളിൽ എല്ലാവിധ ഉയർച്ചയും വരുത്തും എന്നാണ് വിശ്വസിച്ചു പോകുന്നത്. കനകധാരാ സ്തോത്രത്തിൻ്റെ 8ാമത്തെ ശ്ലോകം ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഇഷ്ടാവിശിഷ്ടമതയോപി യയാ ദയാർദ്ര ദൃഷ്ട്യാ ത്രിവിഷ്ടഭവദം സുലഭം ലഭന്തെ ദൃഷ്ടി പ്രകൃഷ്ടകമലോദര ദീപ്തിരിഷ്ടാം പുഷ്ടീകൃഷിഷ്ട മമ പുഷ്കരവിഷ്ടരായാം. ഇഷ്ടാവിശിഷ്ടമതയോപി ദയാർദ്രദൃഷ്ട്യാ ത്രിവിഷ്ടപവദം സുലഭം ലഭന്തെ ദൃഷ്ടി പ്രഹഷ്ടകമലോദര ദീപ്തി ഇഷ്ടാം പുഷ്ടിം കൃഷിഷ്ട മമ പുഷ്കരവിഷ്ടരായാം. അതായത് ശ്രീ മഹാലക്ഷ്മി അമ്മേ ദേവി സരസ്വതി അല്ലെന്നുണ്ടെങ്കിൽ മൂകാംബികാ ദേവി, ശ്രീ ശങ്കരാചാര്യർ അറിയാമല്ലോ, ദേവിയുടെ പല രൂപങ്ങളെയും മനസ്സിൽ ധ്യാനിച്ച് ആരാധിക്കുന്ന ഒരു മഹത് വ്യക്തിയാണ് അദ്ദേഹം. കനകധാരാ സ്തോത്രത്തിൽ ശ്രീ മഹാലക്ഷ്മിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ധനത്തിന്റെ ലക്ഷ്മി, ധനം, അതായത് ദാരിദ്ര്യം മാറാൻ സഹായിക്കുന്ന ധനലക്ഷ്മിയായ മഹാലക്ഷ്മി. മഹാലക്ഷ്മിയെ മനസ്സിൽ ധ്യാനിച്ച് ശ്രീ മഹാവിഷ്ണുവിന്റെ, നമുക്കറിയാം ശ്രീ മഹാലക്ഷ്മിയെ ഭജിക്കുമ്പോൾ അദ്ദേഹം മഹാവിഷ്ണുവിനെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് എപ്പോഴും പ്രാർത്ഥന ചൊല്ലുന്നത് എന്നുള്ളത്. മഹാവിഷ്ണുവിന്റെ ധൈര്യവും ശക്തിയുമായി എപ്പോഴും കൂടെ കാണുന്ന ശ്രീ മഹാലക്ഷ്മി അമ്മയുടെ കൃപാസമൃദ്ധമായ ദൃഷ്ടി, അതായത് കമലപുഷ്പം പോലെയുള്ള മനോഹരമായ നേത്രങ്ങളിൽ നിന്നും വരുന്ന ഒരു നോട്ടം, താമര പോലെയുള്ള നയനങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. താമര ഇതൾ പോലെയുള്ള നയനങ്ങളിൽ നിന്നും വരുന്ന ആ ഒരു നോട്ടം അല്ലെങ്കിൽ ആ ഒരു ദൃഷ്ടി അമ്മയിൽ നിന്നും നമുക്ക് ലഭിച്ചാൽ ഈ ഭൂമിയിലുള്ള ഏതൊരു മഹത് വ്യക്തിയും എല്ലാവരും അതിശ്രേഷ്ഠരായി മാറുകയും അവർ സ്വർഗത്തിൽ അല്ലെങ്കിൽ ദേവലോകത്ത് വരെ എത്താൻ സാധിക്കുകയും ചെയ്യും എന്നാണ് ശ്രീ ശങ്കരാചാര്യർ പറയുന്നത്. മഹാലക്ഷ്മിയുടെ കൃപാപൂർണമായ ഒരു നോട്ടം കാരണം നല്ലവരും അതിലും ശ്രേഷ്ഠരായവരും ഭക്തരും ജ്ഞാനികളും അജ്ഞാനികളുമായ മനുഷ്യജനങ്ങൾക്ക് സ്വർഗലോകം അല്ലെങ്കിൽ ദേവലോകത്ത് വരെ ചെല്ലാനുള്ള കഴിവ് ലഭിക്കും. ആ ഒരു കഴിവ് ദേവി ഭഗവതി എനിക്കൂടെ നൽകൂ, ആ ഒരു നോട്ടം കൊണ്ട് ഞങ്ങളെ പ്രാപ്തനാക്കൂ അതിന് എന്നാണ് ശ്രീ ശങ്കരാചാര്യർ പ്രാർത്ഥിക്കുന്നത്. മഹാലക്ഷ്മിയെ നിങ്ങളുടെ കൃപാസമൃദ്ധമായ ദൃഷ്ടി അല്ലെങ്കിൽ നോട്ടം കൊണ്ട് എത്രയും ഉത്തമന്മാരെയും സ്വർഗലോകം വരെ എത്തിക്കും. ആ ദൃഷ്ടി കമലപുഷ്പം പോലെയുള്ള, അതായത് താമര നയനങ്ങളായ ആ ദൃഷ്ടി
മനോഹരവും ദീപ്തിയുള്ളതുമായതാണ്. ആ ദൃഷ്ടി എനിക്ക് ആഗ്രഹിക്കുന്ന സമ്പത്തിനെ അല്ലെങ്കിൽ പുഷ്ടി വരുത്താൻ അല്ലെങ്കിൽ എൻ്റെ ദാരിദ്ര്യമകറ്റാൻ ആകർഷിക്കട്ടെ. കമലത്തിൽ വാഴുന്ന ദേവിയായ നിങ്ങളുടെ കൃപ എനിക്ക് ദയവായി നൽകൂ, എനിക്കത് ലഭിക്കാനുള്ള ഭാഗ്യമുണ്ടാകട്ടെ എന്നാണ് ശ്രീ ശങ്കരാചാര്യർ ഭജിക്കുന്നത്. ഭക്തൻ മഹാലക്ഷ്മിയുടെ കൃപാന്വേഷണത്തോടെ അവരുടെ കാഴ്ചമാത്രയിലൂടെ പോലും വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കാമെന്ന് ശങ്കരാചാര്യർ വിശ്വസിച്ചു പോന്നു. ദേവിയുടെ ഒരു നോട്ടം കൊണ്ട് തന്നെ നമ്മുടെ സർവ്വപാപങ്ങളും നമ്മുടെ സർവ്വദാരിദ്ര്യങ്ങളും നമ്മുടെ സർവ്വ ദുഃഖങ്ങളും മാറാൻ കഴിയും എന്ന് വിശ്വസിച്ച് ശ്രീ ശങ്കരാചാര്യർ രചിച്ച വരികളാണ് ഈ 8ാമത്തെ ശ്ലോകം. കൃപാനിധിയായ ദേവിയുടെ ആ ദൃഷ്ടിയിൽ പോലും ഉത്തമന്മാർക്ക് സ്വർഗം ലഭിക്കും എങ്കിൽ താൻ ഒരു ചെറിയ ഭക്തനാണെന്നെങ്കിലും വിശ്വസിച്ച് എൻ്റെ പ്രാർത്ഥനയുടെ കൃപ സ്വീകരിച്ച് എന്നെ ഒരു ഭാഗ്യവാനായിട്ട് കരുതി അമ്മേ എന്നെ അനുഗ്രഹിക്കൂ എന്നാണ് ശ്രീ ശങ്കരാചാര്യർ പറയുന്നത്. ഈ ശ്ലോകം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ മാത്രമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരുന്നതിന്. അറിവായാലും ഐശ്വര്യമായാലും അതിനു പിറകിൽ ദൈവിക ദൃഷ്ടി ഉണ്ടെങ്കിൽ മാത്രമേ അതിന് പൂർണ്ണമായി സാധിക്കൂ എന്നാണ് ശ്രീ ശങ്കരാചാര്യർ നമ്മളോട് പറഞ്ഞു തരുന്നത്. നമ്മൾ ഈശ്വരനെ ധ്യാനിക്കുക, ഈശ്വരനെ ഭജിക്കുക, ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ജീവിക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന് ഫലമുണ്ടാകൂ എന്നുകൂടി വിശദമാക്കി തരുന്ന ഒരു ശ്ലോകമാണ് കനകധാരാസ്തോത്രത്തിന്റെ 8ാമത്തെ ശ്ലോകം. ഇഷ്ടാവിശിഷ്ടമതയോപിയാദയാർദ്ര ദൃഷ്ട്യാ ത്രിവിഷ്ടവദം സുലഭം ലഭന്തെ ദൃഷ്ടിം പ്രകൃഷ്ട കമലോദരദീപ്തിരിഷ്ടാം പുഷ്ടീം കൃഷിഷ്ട മമ പുഷ്കരവിഷ്ടരായ. അമ്മേ, അമ്മയുടെ ഒരു ദൃഷ്ടി കൊണ്ട് ഞങ്ങൾ പാവങ്ങളെയെല്ലാം അനുഗ്രഹിക്കൂ എന്ന് പ്രാർത്ഥിക്കുന്ന ശങ്കരാചാര്യരോടൊപ്പം അമ്മയുടെ അനുഗ്രഹത്തിനായി എല്ലാവർക്കും കഴിവുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വീണ്ടും അടുത്ത ഒരു എപ്പിസോഡുമായിട്ട് വരാം. നന്ദി, നമസ്കാരം.